മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ കെഎംസിസി കുവൈത്ത് കമ്മിറ്റിയിൽ കൂട്ടരാജി. ജനറൽ സെക്രട്ടറിയും ആക്ടിംഗ് പ്രസിഡന്റും ഉൾപ്പെടെ 3 പ്രധാന ഭാരവാഹികളാണ് കഴിഞ്ഞ ദിവസം രാജിവച്ചത്. രാജിക്ക് കാരണം ഭാരവാഹികൾക്കിടയിലെ വിശ്വാസക്കുറവും ഐക്യക്കുറവുമെന്നാണ് വിശദീകരണം. കുവൈറ്റ് കെഎംസിസിയുടെ 11 കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നാണ് ജനറൽ സെക്രട്ടറി ഗഫൂർ വയനാട്, ആക്ടിംഗ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായ ഫാറൂഖ് ഹമദാനി, സെക്രട്ടറി എം.ആർ. നാസർ എന്നിവർ രാജിവച്ചത്. രാജിക്കത്ത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിക്കും അയച്ചുകൊടുത്തതായി ഇവർ വെളിപ്പെടുത്തി. കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ സുഗമമായി നീങ്ങുന്നതിന് പരമാവധി ശ്രമിച്ചെന്നും കമ്മിറ്റിയിലെ ചില അംഗങ്ങളെ ഉപയോഗിച്ച് സംഘടന ഹൈജാക്ക് ചെയ്യാനുള്ള മുൻ പ്രസിഡന്റ് നീക്കം സംഘടനയ്ക്കകത്ത് വിഭാഗീയത രൂക്ഷമാക്കിയെന്നാണ് രാജിവെച്ച കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളുടെ വാദം. നേരത്തെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് സംഘടന പിളർപ്പിലേക്ക് നീങ്ങിയപ്പോൾ അന്നത്തെ പ്രസിഡന്റായിരുന്ന ഷറഫുദ്ദീൻ കണ്ണേത്തിന്റെ ഒപ്പം നിന്നവരാണ് ഇപ്പോൾ രാജി സമർപ്പിച്ച 3 പേരും. ഷറഫുദ്ദീൻ കണ്ണേത്ത് സംഘടനയെ ഹൈജാക്ക് ചെയ്യുന്നു എന്നാരോപിച്ചാണ് ഇരുവരുടെയും രാജി എന്നത് ശ്രദ്ധേയമാണ്. മുൻ വർഷങ്ങളിലും കെഎംസിസിക്കകത്ത് ഗ്രൂപ്പ് ഒരു രൂക്ഷമായിരുന്നു. സംസ്ഥാന നേതാക്കൾ ഇടപെട്ടാണ് മുൻകാലങ്ങളിൽ സമവായം ഉണ്ടാക്കിയത്. പ്രധാന ഭാരവാഹികൾ രാജിവെച്ച സാഹചര്യത്തിൽ കെഎംസിസി കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്ന് ആക്ടിംഗ് പ്രസിഡന്റായി അസ്ലം കുറ്റിക്കാട്, ജനറൽ സെക്രട്ടറിയായി സിറാജ് ഇലഞ്ഞിക്കൽ എന്നിവരെ തീരുമാനിച്ചതായാണ് വിവരം. മീഡിയ 1 കുവൈറ്റ് സിറ്റി.